പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഇപ്പോൾ ചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമ്മുടെ ജീവിതത്തെ മുഴുവനായിട്ടും ഈശ്വര കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെയും അച്ഛൻ്റെ പ്രത്യേകമായ പ്രാർത്ഥന നിയോഗങ്ങളെയും ഈ ശുശ്രൂഷ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയുവാനും നമ്മുടെ ഹൃദയങ്ങളൊക്കെ നവീകരിക്കപ്പെടാനും പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. നീ വരൂ ദൈവ കാരുണ്യമേ, നീ വരൂ ദൈവ കാരുണ്യമേ, നീ വരൂ ദൈവ കാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ കാരുണ്യമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയെ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും സമർപ്പിച്ചുകൊണ്ട് ഇരു കരങ്ങളിൽ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ.
യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. കർത്താവേ, നിന്റെ കരങ്ങളിലെല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു. യേശുവേ തുടർന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ നന്ദി. നീ വരൂ ദിവ്യ കാരുണ്യമേ, നീ വരൂ ദൈവ കാരുണ്യമേ, നീ വരൂ ദിവ്യ കാരുണ്യമേ, നീ വരൂ ദൈവ കാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിന്റെ കാരുണ്യമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങളും, ലൈറ്റ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റോട് സമർപ്പിക്കപ്പെട്ടുള്ള നിയോഗങ്ങളും, ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങളും, ഈ കൃപാസനത്തെ ഓരോ ശുശ്രൂഷയും അവരുടെ കുടുംബാംഗങ്ങളെയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പ്രത്യേകമായ പ്രാർത്ഥന നിയോഗങ്ങളെയും, ഈ കൃപാസനങ്ങളിൽ കടന്നു വന്ന പരിശുദ്ധയുടെ മാധ്യസ്ഥനെ യാചിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും, ഈ ലോകത്തെ മുഴുവനും, പ്രത്യേകമായി ഇന്ന് കേരളം നേരിടുന്ന എല്ലാ മഴക്കെടുതികളെയും, എല്ലാ ഡാമുകളെയും തുറന്നുവിടുന്നൊരു സാഹചര്യത്തിൽ ഇരുകരങ്ങളിൽ പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ലോകജനതയും മുഴുവനായിട്ട് നമുക്ക് സമർപ്പിക്കാം. പ്രകൃതിയെ സംരക്ഷിക്കുവാൻ എല്ലാവിധ അപകടങ്ങളും ഒഴിവാക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മൗനമായി പരിശുദ്ധമയുടെ മാധ്യസ്ഥം യാചിക്കാം. നമുക്ക് ഏറ്റുചൊല്ലാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഒരിക്കൽ കൂടി ഇരുകരങ്ങൾ ഉയർത്തി ഈശോയ്ക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതം കാരുണ്യമേ, ജീവനേ നിത്യകാരുണ്യമേ. പരിശുദ്ധ
പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈ ദൈവസ്നേഹത്തോടെ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ആരാധനയുടെ ആരാധനയുടെ ഈ നേരനുഭവത്തിലേക്ക് എന്നെ അവിചാരിതമായി ക്ഷണിച്ചതാണെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ മനഃപൂർവ്വം ഈ നിമിഷങ്ങളിലേക്ക് സ്വകാര്യ സ്നേഹത്തോടെ ക്ഷണിച്ചതാണെന്ന് ഞാൻ അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. അവിടുന്ന് എന്നോടും എന്റെ കുടുംബത്തോടും എന്റെ ജീവിതത്തോടും കാണിക്കുന്ന സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിലെ പുതിയ തൈലത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. വിശ്വാസത്തെ അഭിഷേകം ചെയ്യണമേ. പുതിയ പ്രത്യാശയെ അഭിഷേകം ചെയ്യണമേ. പുതിയ ആരോഗ്യത്തെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. നമ്മൾ ആരാധനയുടെ മുമ്പിൽ നിൽക്കുന്നത് ഇപ്പോഴ് വളരെ സ്വകാര്യവും വ്യക്തിപരമായ ചില ജീവിത വിഷയങ്ങളുമായിട്ടാണ്. ക്ലിയറാണ്. പക്ഷെ ഈശോ ഇപ്പോൾ കാണിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ എംബ്ലമാണ്. ഈ മെസ്സേജിൽ കണ്ടത് ദാറ്റ് ഈസ് മോർ പേഴ്സണൽ. അതൊരു ഇൻ്റർനാഷണൽ വിഷയമല്ല, അതൊരു മോർ പേഴ്സണൽ വിഷയമാണ്. ഐക്യരാഷ്ട്രസഭ സത്യത്തിന് വേണ്ടി ശക്തിപ്പെടുന്നില്ലെങ്കിൽ ലോക യുദ്ധ താല്പര്യമുള്ളവരെ നിയന്ത്രിക്കാൻ പറ്റാതെ വരും. അത് വ്യക്തിപരമായി നമ്മളെല്ലാവരെയും ബാധിക്കും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, രാജ്യങ്ങളെ ഐക്യപ്പെടുത്തുകയും സമാധാനത്തെ പുലരാൻ ഇടയാക്കുകയും ചെയ്യണമേ. ഐക്യരാഷ്ട്രസഭയെ നീ ആശീർവദിക്കുകയും തീരുമാനങ്ങളെ ആശീർവദിക്കുകയും സത്യത്തിന്റെയും ധാരണയുടെയും ആഗോള സുരക്ഷിതത്വത്തിന്റെയും പാതയിലേക്ക് രാജ്യങ്ങളെ നയിക്കണമേ. രാജാതിരാജ രാജ്യങ്ങളെ സമാധാനത്തിലേക്ക് നയിക്കണമേ. ഭൂമിയും അതിലെ രാജാക്കന്മാരെ കീഴിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ആശീർവദിക്കണമേ, സ്വസ്ഥതപ്പെടുത്തണമേ. ശ്രദ്ധിക്കട്ടെ. ഒരു നിമിഷം വീണ്ടും കൈകൾ നെഞ്ചത്ത് വെച്ച് കണ്ണടച്ച് ഈ എവിടെയാണ് നീ നിൽക്കുന്നത് അഥവാ നിന്നെ ദൈവം നിർത്തി
നിർത്തിയിരിക്കുന്നത്, നീ നിർത്തപ്പെട്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പാടുമ്പോൾ നിങ്ങളത് പ്രാർത്ഥിക്കുന്ന ഒരു ഫീല് വേണം. ഇപ്പം സ്വർഗീയ രാജനീശോ കാരുണ്യസാഗരമേ കാത്തുകൊള്ളിടണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്നോട്, നിൻ്റെ കുടുംബത്തോടും നീ ഇന്ന് അനുഭവിക്കുന്ന നിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയ ജീവിതത്തോടും നീ ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ ഒരു ബോധത്തിൽ സ്വകാര്യ പ്രാർത്ഥനയാക്കിയ പാട്ടിനെ മാറ്റിക്കൊണ്ട് പാട്ടിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രദ്ധിക്കട്ടെ. സാമ്പത്തിക ബാധ്യതകളാം കടങ്ങളെ പരിഹരിക്കാൻ മാർഗമില്ലാത്തവരും ഇനി മുന്നോട്ട് ചലിക്കുവാൻ ആവശ്യമായ സമ്പത്തില്ലാത്തവരും ഈ കാലവർഷത്തിലെ വീട് നഷ്ടപ്പെട്ടവര് ഉരുൾപൊട്ടലിലൂടെ സമുദ്രപ്പാച്ചിലൂടെ പാർപ്പിടം നഷ്ടപ്പെട്ടവര് അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭത്താല് വാസയോഗ്യമല്ലാത്ത ഭവനങ്ങളിൽ നിന്ന് വീട് വിട്ട് അനാഥരെ പോലെ അന്യാധീനപ്പെട്ട് അഭയം പ്രാപിച്ചവരുടെ മേൽ കരുണ ചൊരിയണമേ. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പിടിക്കുവാൻ അവരോട് കരുണ കാണിക്കണമേ. ശ്രദ്ധിക്കട്ടെ. കണ്ണീരിൻ്റെ കാലത്ത് ഒത്തിരിയേറെ മക്കള് ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. തങ്ങളുടെ തകർച്ചയിലെ തളർച്ചയിലെ ഒക്കെ താങ്ങണമേ എന്ന് കർത്താവിനോട് കണ്ണീരോടെ അമ്മയുടെ മധ്യസ്ഥത്തിൽ
ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. അച്ഛനോട് ചേർന്ന് ഇപ്പോഴ് അമ്മയുടെ മധ്യസ്ഥത്തിലെ ആരാധ്യനായ ഈശോയോട് കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾ ഉടമ്പടി ചെയ്യുന്ന വിഷയങ്ങൾ, ഉടമ്പടി ചെയ്തിട്ടുള്ള വിഷയങ്ങൾ, ഇനിയും അങ്ങയുടെ കാരുണ്യം ലഭിക്കേണ്ട മേഖലകൾ, രോഗസൗഖ്യത്തിന്റെ മേഖലകൾ, പഠന മുന്നേറ്റത്തിന്റെ മേഖലകൾ, ഒരു സ്ഥിരതയുടെ മേഖലകൾ, പാർപ്പിട സജ്ജീകരണങ്ങളുടെ മേഖലകൾ, പരീക്ഷാ വിജയത്തിന്റെ മേഖലകള്, വ്യവഹാരങ്ങള്, അതിന്റെ വിജയങ്ങള്, നീതി നടത്തിപ്പ്, ജീവനോപാധികള്, ജീവിത മാർഗങ്ങള്, വ്യവസായ മാർഗങ്ങള്, വ്യാപാര മാർഗങ്ങള്, ജോലി യാത്രകള്, എല്ലാത്തിന്റെ മേലും ആരാധ്യനെ അങ്ങയുടെ തിരുമുരു വാർന്ന വലതുകരത്താൽ ആശീർവദിക്കണം. ശ്രദ്ധിക്കട്ടെ. ജീവിത മേഖലകളെ സമർപ്പിക്കുന്നു. വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ തകർച്ചകളെ, വിവാഹം ഒത്തുവരാത്തവരെ, കുഞ്ഞുങ്ങളില്ലാത്തവരെ, വിവാഹ വ്യവഹാരങ്ങൾ കഴിയുന്നവരെ, കുടുംബ തകർച്ചയിലേക്ക് പോകാൻ പോകുന്നവര്, കുഞ്ഞുങ്ങൾ അനാഥമാകുന്നവരെ, ആ കുടുംബങ്ങളോടെല്ലാം, ആ വിവാഹ്യ ബന്ധങ്ങളോടെല്ലാം ആ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവര്, ആ മേഖലകളിലെല്ലാം കർത്താവിന്റെ കാരുണ്യം ചൊരിയാൻ വേണ്ടി സ്തുതിക്കട്ടെ. സ്തുതിക്കട്ടെ. സ്വരത്തിൽ പാടുക. കാരുണ്യ സാഗരമേ, പരീക്ഷ എഴുതിയവര്, എഴുതി കഴിഞ്ഞിട്ട് റിസൾട്ട് മോശമാണെന്ന് സ്വന്തമായിട്ട് അറിയാവുന്നവരെ, കണ്ണീരോടെ തന്നെ പരാജയത്തിൻ്റെ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവരെ, പരീക്ഷ എഴുതാൻ പോകുന്നവരെ, അതിനൊരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ, റിസൾട്ട് വന്നിട്ട് റീവാലുവേഷൻ വിട്ടിരിക്കുന്നവരെ, പ്രൊഫഷണൽ പരീക്ഷകൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ മറ്റ് പരീക്ഷകൾ, അക്കാഡമിക് പരീക്ഷകളെല്ലാം ജീവിത മുന്നേറ്റത്തിന് വേണ്ടിയും ജീവിതം ഗതിമുട്ടി നിൽക്കുന്ന അവസ്ഥകൾ, മരവിച്ചു പോയ പോലെ അവസ്ഥകൾ, ഇനി പഠിക്കാൻ പണമില്ലാത്തവരെ, ഇനി പരീക്ഷയ്ക്ക് പണമില്ലാത്തവരെ, എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കാരുണ്യം ചൊരിയട്ടെ. ശ്രദ്ധിക്കട്ടെ. സാഗരമേ, സ്വർഗീയ രാജനീശോ, ഒരുമിച്ച് പാടുക, സ്വരത്തിൽ പാടുക. നിൻ മുൻപിൽ വന്നിടാ കാരുണ്യ സാഗരമേ, കാത്തുകൊള്ളിടമേ നീ. അടിക്കടിക്കുള്ള പരാജയം കാരണം വിശ്വാസ തകർച്ച വന്നവര്, പ്രാർത്ഥന മരവിപ്പ് വന്നവര്, പ്രത്യാശ അറ്റുപോയവര്, ഒറ്റവരും മരിച്ചതുകൊണ്ട്
ഉടയവര് കൈവിട്ടു പോയത് കൊണ്ട്, ഉടയവര് ജീവിതത്തിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നവർ വ്യക്തികളുടെ സപ്പോർട്ട് നഷ്ടപ്പെട്ടിട്ട് പാഠം പഠിപ്പിക്കുമെന്ന് ശാസിച്ചുകൊണ്ട് നമ്മളെ പീഡിപ്പിക്കുന്നവരെ, മാനസിക പീഡകൾ അനുഭവിക്കുന്നവരുടെ മേൽ കാരുണ്യമുണ്ടാകാൻ വേണ്ടി ശ്രുതികട്ടെ. കേരള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മാനുഷികമായ അരൂപികാലാൽ ഭയങ്കരമായ വാശികളും വൈരാഗ്യങ്ങളും മത്സരങ്ങളും ഒക്കെ ഉരുണ്ടുകൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. ആധ്യാത്മിക തേജസ് തുളുമ്പി പരിശുദ്ധാത്മാവിൻ്റെ കൃപയായി മാറേണ്ടവരെ പലതരത്തിലുള്ള വ്യാമോഹങ്ങളിലെ അഭിഷേകം നഷ്ടപ്പെടുന്ന തീരുമാനങ്ങൾ എടുക്കുന്നവരെ, ഈ മേഖലകളിലെല്ലാം കർത്താവിൻ്റെ ചൈതന്യം ഇറങ്ങി വസിച്ച് സഭയെ നവീകരിച്ച് വിശ്വാസികളെ ശക്തിപ്പെടുത്ത് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ അഭിഷേകത്തിലെ ലോകം പ്രകാശം കാണാൻ വേണ്ടി സ്തുതിക്കട്ടെ. സാഗരമേ, കാരുണ്യ സാഗരമേ, ഒരു നിമിഷം നിന്റെ കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് ഓൺലൈനിലുള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അവരെപ്പോൾ ആരാധന കൂടിയാലും ആ സമയത്ത് കൈ നെഞ്ചത്ത് വെച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ടതാണ്. കാര്യം നീ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഉടമ്പടി നീ വച്ചിരിക്കുന്ന സഹനങ്ങൾ, സങ്കടങ്ങൾ സന്തോഷത്തിൻ്റെ സാക്ഷ്യമായി മാറാൻ വേണ്ടി നീ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. സാഗരമേ, കാരുണ്യ സാഗരമേ, ഭൂമിയുടെ അതിർത്തികൾ എന്ന് ഞാൻ വിളിച്ചപേക്ഷിച്ചു. 61-ാമത്തെ സങ്കീർത്തനമാണ് 2-ാമത്തെ വാക്യം. ഭൂമിയുടെ അതിർത്തികൾ എന്ന് ഞാൻ നിലവിളിച്ചപേക്ഷിച്ചു എന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ അതിർത്തി നിൽക്കണം നമ്മൾ. ചില ആൾക്കാർ പറഞ്ഞില്ല, അച്ഛാ ഇനി കൈ നീട്ടാൻ ഒരാളില്ല, ഇനി കഴിക്കാനും ഒരു മരുന്നില്ല, ഇനി പോകാൻ ഒരു ആശുപത്രിയില്ല. ഇതാണ് ഭൂമിയുടെ അതിർത്തി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ എല്ലാം അവസാനത്തെ ലാസ്റ്റ് ഓപ്ഷൻ പറയല്ലേ, ശരി പറയത്തില്ലേ, അച്ഛാ എനിക്കിനി വയസ്സ് തീർന്ന, ഇനി എനിക്ക് PSC എഴുതാൻ പറ്റത്തില്ല, എൻ്റെ ലാസ്റ്റ്. അതാണ് ഭൂമിയുടെ അതിർത്തി. ഇനി പരീക്ഷ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ വയസ്സ് കഴിഞ്ഞു എന്ന് പറയും. അതാണ് അതിർത്തി എന്ന് പറയുന്നത്, ഭൂമിയുടെ അതിർത്തി. ഇങ്ങനെ എല്ലാ സാധ്യതകൾ, അവസാനത്തെ സാധ്യതകൾ എന്തിനായാലും, ചില പറയും ഒരു ഇഞ്ചക്ഷനുണ്ട്, അതിന് നല്ല വിലയാണ്, അത് വാങ്ങിച്ച് അത് ഏറ്റാൽ നമ്മൾ രക്ഷപ്പെടും. അല്ലെങ്കിൽ പിന്നെ ഇനി വേറെ ഒന്നും ഭൂമിയുടെ മുകളിൽ മരുന്ന്. അതാണ് ഭൂമിയുടെ അതിർത്തി, ലാസ്റ്റ് ഓപ്ഷൻ. ചിലപ്പോൾ ഒരു വ്യക്തിയെ കണ്ട ആ ഒരു വ്യക്തിയായിരിക്കും, അയാൾ യേശു പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. അതാണ് ലാസ്റ്റ് ഓപ്ഷൻ. ചിലപ്പോൾ ഭാഗോടമ്പടി തന്നെ എല്ലാവരും സന്ധിച്ച് സമാധാനപ്പെടുത്തി നിൽക്കുമ്പോൾ ഒരാൾ വട്ടം ചവിട്ടും. അതാണ് ഭൂമിയുടെ അതിർത്തി എന്ന് പറയുന്നത്.
നമ്മുടെ ജീവിതം മുഴുവൻ തീരുമാനിക്കേണ്ടത് ആ തിന്മയുടെ ഒരു ശക്തിയായിരിക്കും. അപ്പം അങ്ങനെ ലാസ്റ്റ് ഓപ്ഷൻ, അവസാനത്തെ വ്യക്തി, അവസാനത്തെ ശബ്ദം, അവസാനത്തെ സങ്കേതം, അതിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിക്കാൻ വേണ്ടി കർത്താവിൻ്റെ ശക്തി പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിൽ ദൈവത്തിൻ്റെ ഉന്നതമായ നാമത്തിൽ, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ അവസാന സാധ്യതകൾ പൊളിഞ്ഞു പോകുന്ന എല്ലാ സാധ്യതകളും യേശുവിൻ്റെ നാമത്തിൽ തെളിഞ്ഞു വരട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. കാരുണ്യ സാഗരമേ, കാരുണ്യ സാഗരമേ, സ്വർഗീയ രാജനീശോ, സ്വർഗീയ രാജനീശോ, നിന്നിൽ മുൻപിൽ വന്നിടാ കാരുണ്യ സാഗരമേ, കാത്തുകൊള്ളണമേ നീ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ചിലർ അവസാനത്തെ ഒരു തരം ഒരു മെഡിക്കൽ സൊല്യൂഷനായിരിക്കും എടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള എല്ലാ മേഖലകളും മക്കളില്ലാത്തവരെ വയറ്റിൽ കൈ പൊത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ശരീരത്തിലെ സിസ്റ്റുള്ളവരെ അവിടെ എല്ലാം കൈകൾ പൊത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. തൈറോയിഡുകാർ, ടോൺസൈറ്റുകാർ, സ്പോണ്ടിലോസിസുകാരെല്ലാം കഴുത്തിൽ കൈപൊത്തി പ്രാർത്ഥിക്കുന്നത്. നടുവിന് വേദനയുള്ളവർ, കിഡ്നി രോഗികളും നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. PCODക്കാരെ പൊക്കിളിന് താഴെ കൈവച്ച് പ്രാർത്ഥിക്കണം. ഉദരരോഗികൾ ഊടിന് ഒപ്പം കൈവച്ച് പ്രാർത്ഥിക്കണം. ശ്വാസകോശ രോഗികൾ, കരൾ രോഗികൾ, പാൻക്രിയാസ് രോഗികൾ നെഞ്ചും കൊണ്ട് താഴെ കൈവച്ച് പ്രാർത്ഥിക്കണം. ഹൃദയരോഗികൾ, ശ്വാസകോശ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ശിരസംബന്ധമായ ന്യൂറോ ട്രബിൾ ഉള്ളവർ നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ശക്തമായി സ്തുതിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കുന്ന സമയമാണ്. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, 10,000കണക്കിന് മനുഷ്യരാണ് ഉടമ്പടി എടുത്തുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥം ഏറ്റു പറഞ്ഞിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൈനീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിടർ പോലും വൈദ്യാഘാതപോലെ ദൈവികമായ ശക്തി ഇപ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ പ്രകടമായിക്കൊണ്ട് മരുന്ന് ലേവനമല്ല, ദൈവത്തിന്റെ ശക്തിയാൽ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ തീരാവേദികളെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സ്വർഗീയ രാജനീശോ, സ്വർഗീയ രാജനീശോ, നിൻ മുൻപിൽ വന്നിടാ രാജ്യം വിട്ടു പോയിരിക്കുന്നവര്, വീട് വിട്ടു പോയിരിക്കുന്നവര്, നാട് വിട്ടു പോയിരിക്കുന്നവര്, ചിലപ്പോൾ പഠനകാര്യമാകാം, ചിലപ്പോൾ ജോലിക്കാര്യമാകാം, പല വിസ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തിരിച്ചു വരാൻ പറ്റാത്തവർ, അവരൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്.
അവരെല്ലാം വന്നിരിക്കും മക്കളെ, എത്രയും വേഗം വന്നിരിക്കും. ഈ ആരാധനയിൽ കർത്താവ് പ്രവർത്തിക്കും. ഈശോയുടെ അമ്മ മധ്യസ്ഥം വഹിക്കുന്നതിൻ്റെ കുടുംബത്തിന് വേണ്ടി. നിൻ്റെ മനസ്സും നിൻ്റെ മക്കൾ ചിലപ്പോൾ നിൻ്റെ സ്നേഹം വിട്ടുപോയി കാണാം. ഒരു സ്നേഹവും കാണിക്കണില്ലാത്ത മക്കൾ അവർ നിന്നെ വിട്ടു പോയിരിക്കുകയാണ്. അവരൊക്കെ തിരിച്ചു വരും. നീ എന്തുമാത്രം കഷ്ടപ്പെട്ടതാ, നീ എന്തുമാത്രം ഇൻവെസ്റ്റ് ചെയ്താണ്. ഇന്ന് അവർ പ്രത്യേക പ്രേമക്കുരുക്കിലും പ്രത്യേക ആന്തരികമായ അധമ ബന്ധങ്ങളിലൊക്കെ പെട്ട് അവരെ കുരുങ്ങിയിരിക്കുകയാണ്. ആ കുരുക്കെല്ലാം അഴിച്ചുകൊണ്ട് അമ്മ അവരെ തിരിച്ചു കൊണ്ടുവരും. ശ്രദ്ധിക്കട്ടെ. വിദേശ രാജ്യത്തെ സ്വദേശങ്ങളിലുമൊക്കെ അന്യായമായ തടങ്കലിൽ കിടക്കുന്നവർ ന്യായമായ തടങ്കലിലാണെങ്കിൽ പോലും അവിടെ ശിക്ഷയുടെ സമയം കഴിഞ്ഞിട്ട് വീണ്ടും അവർക്ക് സ്വാധീനമില്ല, പണമില്ല, ഇല്ലാത്തതുകൊണ്ട് ജീവിതം പെട്ടുപോയവര് പലതരത്തിലുള്ള തെറ്റാണെന്നറിയാതെ ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് നിയമത്തിൻ്റെ ശിക്ഷ മേടിച്ച് ജീവിതം കുരുങ്ങിപ്പോയവരെ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ബന്ധനങ്ങൾ അഴിയട്ടെ. ശ്രദ്ധിക്കട്ടെ. രണ്ട് പ്രളയങ്ങള്, 2 കൊറോണ, 2 വർഷത്തെ കൊറോണ, ഇതെല്ലാം വന്ന് ജനങ്ങളുടെ സാമ്പത്തികമായി തകർന്ന് ബാങ്കിൻ്റെ പലിശ ഒരു വരുമാനം ഇല്ലാത്ത കാരണം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ പാർലമെൻറ്റ് തീരുമാനം പോലും ബാങ്കിന് അനുകൂലമാണ്. ഇനി നിങ്ങൾ കോടതി പോകേണ്ട കാര്യമില്ല, ബാങ്കിന് നേരിട്ട് ജപ്തി ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുക. നമ്മൾക്ക് ജനതങ്ങൾക്ക് ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഈ ആരാധന കണ്ണീരിടുന്നത്. കർത്താവ് നിൻ്റെ വിഷയത്തിൽ തീരുമാനമെടുക്കും. കർത്താവ് നിൻ്റെ കണ്ണീരിനെ ഏറ്റെടുക്കും എന്ന് ആഴമായ വിശ്വാസബോധ്യമുള്ളവരെ കൈ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. സ്തുതിക്കട്ടെ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങൾ പ്രത്യാശിക്കുന്നു, ഞങ്ങൾ ഏറ്റുപറയുന്നു. നിന്നെ സ്നേഹിച്ചിടും നിന്നെ ശക്തിയൊക്കെയോടും നിന്നെ സ്നേഹിച്ചിടുന്നേ, നിന്നെ നീനച്ചു വാഴും നീലേഴുന്നള്ളണേ സ്വർഗീയ രാജനീശോ നിൻ മുൻപിൽ വന്നിതാ കാരുണ്യ സാഗരമേ
പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. സന്തോഷമായിട്ടിരിക്കണം. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ മേൽ കൈനീട്ടിക്കൊണ്ട് കർത്താവിൻ്റെ വചനാഭിഷേകം ഉണ്ടാകാൻ വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ അങ്ങയുടെ അഭിഷിക്തനെ യേശുവേ നീ നോക്കി പാർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനങ്ങൾ അങ്ങയുടെ അഭിഷിക്തനിലൂടെ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ മേഖലകളിലെയും യേശുവേ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.